നമസ്കാരം. ഞാൻ രണ്ടാം ഭാഗം പറയാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ എല്ലാവരും മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചാൽ, എന്നിട്ട് കൈയടിച്ചാൽ എല്ലാവരും കൈയടിക്കും. കൈ അടിച്ചുകൊണ്ടിരിക്കും, മനസ്സിൽ കൈയടിക്കും കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിലുള്ള കറയാണ് ടെൻഷൻ. ഏറ്റവും ബാഡ് കറയാണ് ടെൻഷൻ. ആ ടെൻഷൻ മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കഴിയുന്നതും നമ്മൾ ഫ്രീ ആകാതിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള വിനോദങ്ങൾ നമ്മൾ ചെയ്യുക. നമുക്കെന്നാൽ ഇഷ്ടമുള്ള വിനോദങ്ങൾ അതിൽ നമ്മൾ ഏർപ്പെടുക. അത് ഇങ്ങനെ വിനോദങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് നമ്മൾ ഇഷ്ടമുള്ള എന്തെന്നാ ഇഷ്ടം, ആ ഇഷ്ടങ്ങളിൽ നമ്മൾ ഏർപ്പെട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ടെൻഷന് നമുക്ക് മാറിക്കിട്ടും. ചിലപ്പോൾ ഇത് ഒരു മാസമായിരിക്കും, ചിലപ്പോൾ 2 ആഴ്ചയായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതാണൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ടെൻഷൻ അത് രോഗമാണ്. അതൊരു രോഗമാണ്. നമുക്ക് ശരീരത്തിൽ ഇപ്പോൾ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വിഷമങ്ങളില്ലേ, ഒരുപാട് വിഷമങ്ങളില്ലേ. നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിലും കഷ്ടമാണ്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്കിഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. നമ്മൾ വേറൊരു സ്ഥലത്ത് നമ്മൾ അതിൻ്റെ വിഷമങ്ങൾ തീരാൻ വേണ്ടിയിട്ട്, വിഷമമെന്ന് പറയരുത്, അത് വിഷമമല്ല, അത് നോർമലായ കണ്ടൻ്റല്ല നമ്മുടെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് നമ്മളായി ജീവിക്കാൻ നോക്കുക. പിന്നെ ഇപ്പം നോമ്പ് ടൈമാണ്, കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല. ഞാൻ ഇതിൻ്റെ 3-ാം ഭാഗം പിന്നെ അടുത്തു തന്നെ ഇടുന്നുണ്ട്. എല്ലാവരും ഇത് കേൾക്കുക. നിങ്ങൾ ജീവിതത്തിൽ വിഡ്ഢിയാതിരിക്കുക. വിഡ്ഢിയാകുന്നത് വെറും ഒന്നിനും ഒരു പരിഹാരമില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ടെൻഷനാവുന്നത് വിഡ്ഢിയാകല, അതൊരിക്കലും ഒന്നിന് പരിഹാരമല്ല. ഇനി ഞാൻ 3-ാം ഭാഗവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരും. അതൊക്കെ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. നിങ്ങളുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആ രോഗം മാറും. ഓക്കെ, ബൈ.